ജപകർത്തായങ്കരി, മൂന്നാമത്തെ ട്രാക്കിൽ നെല്ലിക്കളം, നാലാമത്തെ ട്രാക്കിൽ ആരാരിക്ക് കണ്ടുന്നത്. 4 കളിവള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പൊരുത്തിക്കൊണ്ട് 61ാമത് നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാൻ വേണ്ടിയുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടം നടക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശൻ, കഴിഞ്ഞ വർഷത്തെ വിജയി ശ്രീഗണേശൻ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഇതാ തുഴഞ്ഞു വരുന്നു. കുറുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം അരുൺകുമാർ മകൻ ക്യാപ്റ്റനായി ഇതാ തുഴഞ്ഞു വരുന്നു സെന്റ് ഫ്രാൻസിസ് ബോട്ട് ഹരിപ്പായിലൂടെ. എന്നാൽ രണ്ടാമത്തെ ട്രാക്കിലുള്ള ജപകർത്തായങ്കരി വിനോദ് നേതൃത്വത്തിൽ ടൗൺ ബോട്ട് കുമരകംകാർ തുഴഞ്ഞ് അതിന് കടന്നു വരുന്നു. മൂന്നാമത്തെ ട്രാക്കിൽ ഇല്ലിക്കളം അഭിലാഷ് രാജിന്റെ നേതൃത്വത്തിൽ വേമ്പനാട് ബോട്ട് കുമരകംകാർ തുഴഞ്ഞ് കടന്നു വരുന്നു. നാലാമത്തെ ട്രാക്കിൽ ആലാരി UBC കൈനകരി ഹരിത അനിലിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി ക്യാപ്റ്റന്റെ പേരിൽ ആദ്യമായി എത്തിയിരിക്കുന്നു UBC കൈനകരിയുടെ ഹരിത അനിൽ. അങ്ങനെ ആരാരിയും ഇല്ലിക്കുളവും ജവഹർത്തായങ്കരിയും ശ്രീഗണേശനും തമ്മിലുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടമാണ് ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നത്. 4 കളിവള്ളങ്ങൾ പേരും പെരുമയുമുണ്ട് എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ കൂടുതൽ കഥകൾ പറയാനുള്ളത് ജവഹർത്തായങ്കരിക്കാണ്. 78-ലും 77-ലും 85-ലും 2010-ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ജവഹർത്തായങ്കരി, കഴിഞ്ഞ വർഷം മാത്രം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള 2018-ൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീഗണേശൻ, ഇതുവരെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ഇല്ലിക്കളവും ഞാനാരിയും പുതിയ ചരിത്രം സൃഷ്ടിക്കുവാൻ വേണ്ടി ഇതാ കടന്നു വരുന്നു. 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുന്നു. പ്രഗത്ഭരായ 4 ടീമുകൾ. UBC കൈനകരി വിജയത്തിന്റെ ഒരുപിടി സ്വപ്നങ്ങൾ, വിജയത്തിന്റെ ഒരുപിടി ചരിത്രങ്ങൾ സ്വന്തമായിട്ടുള്ള ക്ലബ്ബ്. ഇതുവരെ വിജയിച്ചിട്ടുള്ള എല്ലാ കളിവള്ളങ്ങളിലും മാറി മാറി തുഴഞ്ഞ് വിജയിച്ച ചരിത്രം അവകാശപ്പെടാനുള്ള UBC കൈനകരി 63-ലും 64-ലും 65-ലും 68-ലും 70-ലും 76-ലും 79-ലും 89-ലും 90-ലും 91-ലും 93-ലും വരെ ഈ കളിവള്ളങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ച UBC കൈനകരി തുഴയുന്ന ആനാരി പുത്തൻകുണ്ടൻ വിശിഷ്ട അതിഥികളെ പോലും ചാടി എഴുന്നേൽപ്പിച്ച് കാഴ്ചക്കാരാക്കുന്ന മാത്രയിൽ അതുപോലെയുള്ള ഭാഷയേറിയ പോരാട്ടമാണ് 4 കളിവള്ളങ്ങൾ. ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. എങ്കിൽ പോലും ഇത് ഇവിടെ അക്ഷരം പ്രതി ശരിയാണ് സുഹൃത്തുക്കളെ. ഇതാ ശ്രീഗണേശൻ, ഒന്നാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശനും 1-ാം നമ്പർ വള്ളം ജവഹർത്തായങ്കരിയും ഇതാ ഇഞ്ചോടിഞ്ച് കുതിച്ചു പായുന്നു. ഇല്ലിക്കുളവും ആനാരിയും വിട്ടുകൊടുക്കുന്നില്ല. വളരെ വാശിയേറിയ പോരാട്ടമാണ്. ഇപ്പോൾ ആനാരിയാണ് അല്പം മുൻപിൽ, അല്ല ഇല്ലിക്കുളമാണ്, അല്ല ജവഹർത്തായങ്കരിയാണ്, അല്ല ശ്രീഗണേശാണ്. വളരെ വാശിയേറിയ പോരാട്ടം, മനോഹരമായ ഒരു പോരാട്ടം. പഴയ വായ്പാടും പുതിയ രൂപം ധരിച്ച് അവരുടെ സർവ്വ ഐശ്വര്യവും സ്വീകരിച്ചുകൊണ്ട് ഇതാ ശ്രീഗണേശനിൽ കടന്നു വരുന്നു. 1-ാമത്തെ ട്രാക്കിലൂടെ സെന്റ് ഫ്രാൻസിസ് ബോട്ട് ഹരിപ്പാടിന്റെ കുഴപ്പത്തിന്മാർ ശ്രീഗണേശനിൽ കൊണ്ടുവരുമ്പോൾ 2-ാമത്തെ ട്രാക്കിലുള്ള ജവഹർത്തായങ്കരിയിൽ കുമരകം ടൗൺ ബോട്ടുകാരെ തുഴഞ്ഞു വരുന്നു. ഇതാ വിജയത്തിന്റേതായ ഒരു കഥകളുള്ള ജവഹർത്തായങ്കരിയും അതുപോലെ തന്നെ ആനാരിയും തമ്മിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. ശ്രീഗണേശൻ വിട്ടുകൊടുക്കുന്നില്ല. അല്പമെങ്കിലും മുന്നിലെന്ന് പറയാൻ പിന്നിലെന്ന് പറയാൻ ഇപ്പോൾ 1-ാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശാണ്, 2-ാമത്തെ ട്രാക്കിലുള്ള ജവഹർത്തായങ്കരിയാണ്, 4-ാമത്തെ ട്രാക്കിലുള്ള ആനാരിയാണ്. 3 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി വളരെ വാശിയേറിയ ഒന്നാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശ്, ഇതാ കഴിഞ്ഞ വർഷത്തെ വിജയിയായ ശ്രീഗണേശ് വളരെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തുന്നു. തൊട്ടടുത്ത് ജവഹർത്തായങ്കരിയുണ്ട്, 2-ാമത്തെ ട്രാക്കിൽ ജവഹർത്തായങ്കരിയുണ്ട്, 4-ാമത്തെ ട്രാക്കിലുള്ള ആനാരി പുതിയൊരു ചരിത്രവുമായി കടന്നു. ഇപ്പോൾ എന്റെ ദൃഷ്ടികോണത്തിന് മുന്നിലെത്തുമ്പോൾ ശ്രീഗണേശ് അതാ ആനാരിക്ക് അല്ല ജവഹർത്തായങ്കരി അല്ല ആനാരി ഇന്തോ വളരെ ശക്തിയേറിയ വളരെ വാശിയേറിയ പോരാട്ടം നടത്തുന്നത്. ആനാരി UBC കൈനകരിയുടെ ആനാരി വളരെ വ്യക്തമായ ഒരു വ്യക്തമാക്കാനുള്ള കണക്കിൽ അല്ല ശ്രീഗണേശൻ ആനാരി ശ്രീഗണേശൻ. 1-ാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശൻ, 2-ാമത്തെ ട്രാക്കിലുള്ള ജവഹർത്തായങ്കരി, 4-ാമത്തെ ട്രാക്കിലുള്ള ആനാരിയും തമ്മിലുള്ള പോരാട്ടം. ഇതാ ശ്രീഗണേശ് തന്നെ, ശ്രീഗണേശൻ ഇഞ്ചുകൾക്ക് മുന്നിലായി ശ്രീഗണേശനെ ജവഹർ ആനാരി ഇല്ലിക്കുളം. അങ്ങനെ വ്യക്തമായ